ചങ്ങായിമാരെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കന്യാസിമാർക്ക് ജാമ്യം കിട്ടി. നമ്മളെ പ്ലാംപ്ലാനി അച്ഛൻ ഓടി വന്നിട്ട് പറഞ്ഞത് BJP-കാരാണ് ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടേന്ന്. അപ്പൊ ആരാ അറസ്റ്റ് ചെയ്തെന്ന് പ്ലാംപ്ലാനി അച്ഛനോട് ചോദിക്കുമ്പോൾ പ്ലാംപ്ലാനി അച്ഛൻ അറിയില്ല. അറസ്റ്റ് ചെയ്തത് മുസ്ലിം ലീഗാന്നല്ല, ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണല്ല. എന്റെ പ്ലാംപ്ലാനി അച്ഛ, ഇവര് തന്നെയല്ലേ അവരെ അറസ്റ്റ് ചെയ്തത്? എന്നിട്ട് ജാമ്യം കൊടുത്തത് ഇവരല്ല, ജാമ്യം കോടതിയാണ് കൊടുത്തത്. അതായത് ഒരു തെളിവും ഇല്ലാത്തതുകൊണ്ട് കോടതി ജാമ്യം കൊടുത്തതാണ്. അല്ലാണ്ട് BJP-കാർ എന്തുണ്ടാ ചെയ്ത്? പ്ലാംപ്ലാനി അച്ഛന്റെ വേർഷം മറ്റേ തന്നെയാണ്. നിങ്ങൾ എത്ര വേണമെങ്കിൽ നമ്മളെ അടിച്ചോ, ഇത് ഈ കവിളടിച്ചോ, ഈ കളവടിച്ച് മടുക്കും, ഈ കവിളിലടിച്ചോ എന്നുള്ള ഒറ്റ ഡയലോഗാണ് പ്ലാംപ്ലാനി അച്ഛന്. കാരണം പ്ലാംപ്ലാനി അച്ഛന്റെ കവിളിൽ മാത്രമല്ല മടിയിലും നല്ല കനമുണ്ട്. അതുകൊണ്ട് BJP-കാർ ആ കനം എടുത്തു കൊണ്ടുപോകുന്നുള്ള പേടിയില്ല. അന്ന് പ്ലാംപ്ലാനി അച്ഛന്റെ ഇമ്മാരി പരിപാടിയില്ല. നമുക്കെന്തായാലും പ്ലാംപ്ലാനി അച്ഛൻ ഇന്നലെ പറഞ്ഞ ആ കൽസിത വർത്താനം എന്താന്ന് കേട്ടു നോക്കാം. വൈകിയാണെങ്കിലും നീതി ലഭിച്ചു എന്നുള്ള ഒരു വിചാരവും വികാരവുമാണ് ഞങ്ങൾക്കുള്ളത്. എനിക്ക് മാത്രമാണോ ഇയാളെ കാണുമ്പോൾ അലിൻ ജോസ് പെരേരയായിട്ട് തോന്നുന്നത്? അല്ലെ, ഏകദേശം ഇയാളെ സംസാര രീതിയാണ് അലിൻ ജോസ് പെരേരനെ പോലില്ലേ. ഇനി ഞാൻ ഇദ്ദേഹത്തെ അവഹേളിച്ചു അലിൻ ജോസ് പെരേരയായിട്ട് സാമ്യപ്പെടുത്തിയെന്നും പറ്റ ആരും വരണ്ടാട്ടാ. അലിൻ ജോസ് പെരേര അത്ര മോശം മനുഷ്യനൊന്നല്ല. അയാൾ കന്യാസിമാർ ആക്രമിക്കപ്പെട്ടിട്ട് BJP-കാർക്ക് വേണ്ടി വാദിച്ചിട്ടൊന്നുമില്ല. സ്വന്തം സമുദായം, അയാളൊരു ക്രിസ്ത്യാനിയാണ്. ഈ സ്വന്തം സമുദായത്തെ ഒറ്റുന്ന പരിപാടി അയാൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അലിൻ ജോസ് പെരേര നല്ലൊരു മനുഷ്യനായിട്ട് ഞാൻ കാണുന്നുള്ളൂ. പിന്നെ കന്യാസിമാർക്ക് നീതി ലഭിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. എവിടെ നീതി ലഭിച്ചു? കന്യാസിമാരെ വെറുതെ വിട്ട? കേസ് പിൻവലിച്ച? ഇല്ലല്ല, കേസ് അവിടെ ഉണ്ട് എന്നെ പ്ലാംപ്ലാനി വെച്ച. അപ്പൊ പിന്നെ നിങ്ങൾ ആർക്കാണ് നന്ദി പറയുന്നത്? എന്തുണ്ടെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഇതിനുവേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു, അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിന്റെ മേലെ അന്യായമായി ചാർത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ പിൻവലിച്ച് അവരെ സ്വതന്ത്രരാക്കാനുമുള്ള, കേസ് പിൻവലിക്കാനുമുള്ള നടപടിക്രമങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധാപൂർവം നിറവേറ്റണം എന്നുള്ള ആവശ്യമാണ്. ഈ അലിൻ ജോസ് പെരേര പ്ലാംപ്ലാനി അച്ഛൻ പറയുമ്പോൾ BJP-കാർ അനുമോദനങ്ങൾ കൊണ്ട് ഇങ്ങനെ പൂച്ചെണ്ടുകൾ കൊണ്ട് മൂടയാണ്. എത്രമാത്രം അനുമോദനാണ്! അതായത് ഒരു പുണ്ണാക്കും ചെയ്യാത്ത BJP-കാർക്ക് വേണ്ടി ഇങ്ങനെ നല്ല നല്ല വാക്കുകൾ പറയുന്നു. അതിനിടയിൽ എവിടെയെങ്കിലും ഈ പ്രശ്നം നടന്നതിന് ശേഷം ആ കന്യാസ്ത്രീമാരുടെ കുടുംബത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടായ കോൺഗ്രസ് MLA റെജി ജോണിനെ കുറിച്ചൊരു അക്ഷരം മിണ്ടിയ, അയാൾക്കൊരു നന്ദി പറഞ്ഞ പോട്ടെ. നമ്മളെ രാജ്യസഭയിൽ ഇതിനു വേണ്ടി ഘോരം പ്രസംഗിച്ച ജോൺ ബ്രിട്ടാസ് MPയെ കുറിച്ചൊരു അക്ഷരം മിണ്ടിയ, എന്നിട്ട് വെറും കുത്തിത്തിരിപ്പ് നടത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ഛത്തീസ്ഗഡിലെ BJP-നെയും കേന്ദ്രത്തിലെ BJP-നെയും നല്ലത് പറയുന്നു. എന്റെ പള്ളിയിലച്ചോ, ഇവർക്ക് ജാമ്യം കിട്ടിയത് ആരുടെ ഇടപെടൽ കൊണ്ടല്ല. അങ്ങനെ ഒരു ഇടപെടൽ കൊണ്ട് നമ്മളെ കോടതി ഒരാൾക്ക് ജാമ്യം കൊടുക്കുമെങ്കിൽ നമ്മളെ നീതിന്യായ വ്യവസ്ഥന്റെ അവസ്ഥ എന്താണ്? എന്ത് പൊട്ടത്തരങ്ങൾ പറയുന്നത്? ഇത് തെളിവില്ലാത്തത് കൊണ്ട്, ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ടാണ് NIA കോടതി അവരോട് ഛത്തീസ്ഗഡ് സർക്കാരോട് എടുത്തോണ്ട് പോടാ എന്റെ കേസ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ജാമ്യം കൊടുത്തത്. ജാമ്യം കൊടുത്തുന്നുള്ളൂ, കേസ് ഇതുവരെ ഛത്തീസ്ഗഡ് സർക്കാർ പിൻവലിച്ചിട്ടില്ല. അത് അവിടെ കിടക്കേന്ന് എന്റെ അച്ചോ. അത് പിൻവലിച്ചിട്ടാണ് നിങ്ങൾ ഈ വർത്താനം പറയുന്നെങ്കിൽ കുറച്ചെങ്കിലും അതിലെന്തും കാര്യമുണ്ടെന്ന് ചോദിക്കാം. എല്ലാണ്ട് ഇത്ര പേടിച്ച് നിങ്ങളെ മടിയിലുള്ള കനം പോകുന്നുള്ള പേടി അല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് സമുദായ സ്നേഹം ഉള്ളത്? നല്ലത് ചെയ്ത റെജി ജോണിനെ കുറിച്ചും ജോൺ ബ്രിട്ടാസിനെ കുറിച്ചും ഒരക്ഷരം മിണ്ടാതെ നിങ്ങൾ BJP-കാർ ഇങ്ങനെ സുഖിപ്പിച്ച് നടത്തിയ ഈ പത്രസമ്മേളനം ഉണ്ടല്ല, ഇത് നിങ്ങളുടെ സമുദായം തന്നെ ചോദ്യം ചെയ്യും. നോക്കിക്കോ, പ്ലാംപ്ലാനി വെച്ചാൽ നിങ്ങൾ ആർക്കെതിരെയെങ്കിലും രണ്ടക്ഷരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും. മുസ്ലിങ്ങൾക്കെതിരെ നാർക്കോട്ടിക് ജിഹാദ്, പിന്നെ ലവ് ജിഹാദ്, ഇങ്ങനത്തെ കാര്യങ്ങളല്ലാണ്ട് നിങ്ങൾ BJP, നിങ്ങളെ സമുദായത്തിനെതിരെ BJP ചെയ്യുന്ന ക്രൂരതയെക്കുറിച്ച് എവിടെ ഒരു അക്ഷരം ഉണ്ടില്ല. നിങ്ങൾ ഇനി റബ്ബറിന്റെ വില കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ സമുദായത്തോട് ഈ BJP-ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറയും. നിങ്ങൾ അമ്മാരി മനുഷ്യനാണ്. കാരണം റബ്ബറിന്റെ വിലയുള്ള കനം നിങ്ങളെ മടിയിലുണ്ട്. നിങ്ങൾ ആ റബ്ബറിന്റെ കനം എടുത്ത് BJP-കാർ പോയിക്കും. ആ ഒരു പേടിയുണ്ട് നിങ്ങൾക്ക്. നിങ്ങളെപ്പറ്റി നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. കാസയെക്കാളും കാസയുടെ വർത്താനം പറയുന്ന ഒരു പള്ളിയിലച്ഛനായിട്ട് മാത്രമേ ഞാൻ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. അലിൻ ജോസ് പെരേരയായിട്ട് താരതമ്യം ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അലിൻ ജോസ് പെരേര എനിക്കെതിരെ കേസ് കൊടുക്കും.
നിങ്ങളെ പറ്റി താരതമ്യം ചെയ്തതിന്. കാരണം ഞാൻ നിങ്ങളെ ഒരു കാര്യത്തിൽ ബഹുമാനിക്കുന്ന ഒരു അച്ഛനെയല്ല, ഞാൻ ബഹുമാനിക്കുന്ന ഒരുപാട് പള്ളിയിലച്ചന്മാരുണ്ട്, അതിൽ നിങ്ങളെ പേര് വരുന്നേ ഇല്ല. നിങ്ങളെ ഞാൻ ആ കൂട്ടത്തിലേ കൂട്ടുന്നില്ല. ഇനി ഏതൊക്കെ ക്രിസ്ത്യാനികൾക്ക് വിഷമായാലും അവർക്ക് ദേഷ്യം പിടിച്ചാലും കുഴപ്പമില്ല, ഇയാളെ ഞാനൊരു പള്ളിയിലച്ചനായിട്ട് കണക്കൂടുന്നേ ഇല്ല. കാരണം അപരമത വിദ്വേഷം പറയുന്ന ഒരു മനുഷ്യനായിട്ട് മാത്രമേ എനിക്ക് ഇയാളെ തോന്നിയിട്ടുള്ളൂ. പിന്നെ എത്ര തെറ്റ് ചെയ്തിട്ടും സ്വന്തം സമുദായത്തിനെതിരെ ഇത്രമാത്രം ദോഷം ചെയ്ത BJPക്ക് വേണ്ടി വീണ്ടും വീണ്ടും വാദിക്കുന്ന ഇയാളിൽ പിന്നെ എന്താ പറയേണ്ടത്? ഇനി ഞാൻ വേറൊരു പള്ളിയിലച്ഛന്റെ BJP പ്രകടനം കൂടി കാണിച്ചുതരാം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡ് സർക്കാരിനും നന്ദി അറിയിച്ച് CBCI സെക്രട്ടറി ജനറൽ ആർച്ച് ബിഷപ്പ് അനിൽ ജെ കുട്ടോ. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും. സർക്കാർ നൽകിയ സഹായങ്ങൾക്ക് പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുമെന്നും അനിൽ ജെ കുട്ടോ ഡൽഹിയിൽ പറഞ്ഞു. CBCI welcomes bail grant to Sister Preeti and Sister Vandana. The Catholic Bishops' Conference of India welcomes with relief the grant of bail to Sister Preeti and Sister Vandana by the NIA court at Bilaspur today. This development comes as a ray of hope in a... ഈ വീഡിയോ ഞാൻ അധികം കാണിക്കുന്നില്ല, കാരണം ഇത് വിസർജനം ടിവിന്റെ കട്ടിംഗ് ആണ്. അത് എന്റെ ചാനലിൽ കാണിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഈ പള്ളിയിലച്ചനോട് എനിക്ക് പറയാനുള്ളത്, ഇംഗ്ലീഷ് പറഞ്ഞാലും സ്പാനിഷ് പറഞ്ഞാലും മൂളത്തരം തന്നെയാട്ടാ. ഇതിന് ഊളത്തരന്നേ പറയാൻ കഴിയും. ഈ പള്ളിയിലച്ചന്റെ ഇംഗ്ലീഷ് നിങ്ങൾ ഈ കന്യാസ്ത്രീമാർ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് എവിടെയും കേട്ടിട്ടുണ്ടോ? എന്നിട്ട് അടങ്ങി ഒതുങ്ങി ഒരു മൂലക്കിരിക്കലാണ്. ഈ കനവുണ്ടല്ല, മടിയിൽ കനവുള്ളവർ ഇങ്ങനെ ഒരു മൂലക്കിരിക്കുക. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഇംഗ്ലീഷിൽ ന്യായീകരിക്കുന്നു, ഇംഗ്ലീഷിൽ BJP സർക്കാരിന് വേണ്ടിയിട്ട് ഇത്രമാത്രം നല്ല വർത്താനം പറയുമ്പോൾ എന്താണ് ഞാൻ നിങ്ങളോടൊക്കെ പറയേണ്ടത്? എന്റെ അച്ഛോ, നിങ്ങളെയൊക്കെ അച്ഛോ എന്ന് വിളിക്കുമ്പോൾ ആ മഹാന്മാരായ എത്ര നല്ല പള്ളിയിലച്ചന്മാരുണ്ടല്ലോ, അവർക്കൊക്കെ എത്ര വിഷമാവും. ശരിക്കും പറഞ്ഞാൽ സത്യക്രിസ്ത്യാനിമാർക്ക് എത്ര വിഷമാവെന്ന് അറിയാം. നിങ്ങൾ ഈ ഇപ്പോഴുള്ള ഈ BJP പാദസേവ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ പാദസേവ നടത്തിയേ പറ്റൂ. കാരണം നിങ്ങളെ കയ്യിലുള്ള സാമാനങ്ങൾ ഏടി പോകാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പാദസേവ നടത്തിയേ പറ്റൂ. അതുകൊണ്ട് ഒന്നുകൂടി പറയട്ടെ അച്ചോ, ഇംഗ്ലീഷ് പറഞ്ഞാലും സ്പാനിഷ് പറഞ്ഞാലും ഇനി ഫ്രഞ്ച് പറഞ്ഞാലും ഇതിന് ഊളത്തരവും ഇതിന് നന്ദിയില്ലായ്മയും തന്നെ പറയാം. കാരണം നിങ്ങൾ എവിടെയും അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളെ പറ്റിയിട്ട് ഒരു അക്ഷരം ഉണ്ടില്ല. പോട്ടെ, നിങ്ങൾ രാഷ്ട്രീയക്കാരെന്നും പറയണ്ട, നിങ്ങൾ ഇതിനു വേണ്ടി കേരളത്തിൽ ജാതിയും മതവും നോക്കാണ്ട് ഒരുമിച്ച് നിന്ന മലയാളികളെ കുറിച്ച് എവിടെയെങ്കിലും നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ BJPക്കാരെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആവശ്യം അതാണല്ലോ. ഇനി നമുക്ക് വേറൊരു വാർത്തയും കൂടി കാണാം. ജാമ്യം ലഭിക്കുന്നതിൽ BJP നേതാക്കൾ ഏറെ പരിശ്രമിച്ചു. സിസ്റ്റർ വന്ദനയുടെ സഹോദരൻ കണ്ട, എല്ലാത്തിനും മാറ്റം കണ്ട. ഈ ചങ്ങായി കുറച്ചു ദിവസം മുന്നേ പറഞ്ഞത് ഞാൻ മോദിയുടെ ഒരു ഭക്തനായിരുന്നു, പക്ഷെ എന്റെ സഹോദരിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ മോദിയുമായിട്ട് യാതൊരു ഇതുമില്ല, എനക്ക് മോദിയോടുള്ള ഭക്തി അങ്ങ് പോയി എന്ന് പറഞ്ഞ. ഇപ്പം സഹോദരി പുറത്തു വന്ന് വീണ്ടും ചങ്കരൻ തെങ്ങുമ്പോ തന്നെ വീണ്ടും ചങ്കരൻ തെങ്ങ് കയറി. ഇപ്പൊ ആദ്യം നരേന്ദ്രമോദിന്റെ ഭക്തനായി. ആരാ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്? BJP. ആരാ പുറത്തു വിട്ടത്? BJP. എന്തിനാ അറസ്റ്റ് ചെയ്തത്? പുറത്തുവിടാൻ വേണ്ടിട്ട്. അതാ ഇവരുടെ ഡയലോഗ്. പിന്നെ ഇവരോടൊക്കെ ഈ സഹോദരനോടൊക്കെ എന്ത് പറയാൻ. ഇനി വേറൊന്നും കൂടി കാണിച്ചു തരാം. ആശ്വാസം, സന്തോഷം, കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ആരാ പറഞ്ഞറിയാം? കാസ. 2 ദിവസം മുന്നേ ഈ കന്യാസ്ത്രീമാർ അവഹേളിച്ചതാണ്. അത് ഈ കന്യാസ്ത്രീമാർ മനുഷ്യക്കടത്ത് നടത്താനാ പോയത്. അവരവിടെ മതപരിവർത്തനം നടത്താൻ നോക്കിന്ന്. കെവിൻ പീറ്റർ എന്ന് പറഞ്ഞ വേട്ടാവളിയും കാസന്റെ അഡ്മിൻ ഘോരഘോരൻ ചാനലിരുന്ന് പ്രസംഗിച്ചാണ്. ഓന് ഇപ്പം വന്നിട്ട് പറയുന്നത് ആശ്വാസം. ഈ കക്കൂസ് പോയിട്ട് എന്റെ വയറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ആശ്വാസം കിട്ടും. അല്ലാണ്ട് എനിക്കിതിൽ ആശ്വാസം ഒന്നുമില്ല. എന്റെ വേട്ടാവളിയും കെവിൻ പീറ്ററെ. ഇതിനാണ് നമ്മൾ ഡബിൾ ഡാഡി സിൻഡ്രം എന്ന് പറയാം. കാസയുടെ ഡബിൾ ഡാഡി സിൻഡ്രം, കെവിൻ പീറ്ററുടെ ഡബിൾ ഡാഡി. മലയാളത്തിൽ പറഞ്ഞാൽ ഒരുപാട് തന്തയുണ്ടാവുക. അതൊരു തെറ്റല്ല കാസെ. പക്ഷേ ഒരുപാട് തന്തയുണ്ടാകുന്ന കാര്യം ഇങ്ങനെ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ് മൈക്ക് കെട്ടി വിളിച്ചു പറയുക എന്നത് ഊളത്തരവും തന്തയില്ലായ്മയുമാണെന്ന് ഒന്നുകൂടി ഞാൻ പറയട്ടെ കാസയിലെ കൂസൻ കെവിൻ പീറ്ററെ. അപ്പൊ എനിക്ക് ഇന്ന് പറയാനുള്ള ഇതൊക്കെയാണ്. എത്ര കിട്ടിയാലും പഠിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്, എത്ര കിട്ടിയാലും പഠിക്കാത്തത്. പക്ഷെ ഇതിൽ നിന്ന് പഠിച്ച ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. ഒരുപാട് നല്ലവരായ ക്രിസ്ത്യാനികൾ പണ്ടേ പഠിച്ചവരുണ്ട്. ഇവരെ പറ്റി കൃത്യമായി അറിഞ്ഞ് BJP ആയിട്ട് ഒരു അടുപ്പമില്ലാത്ത ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ അടുപ്പമുള്ള ഒരുപാട് ക്രിസ്ത്യാനികൾ ഈ സംഭവത്തോടു കൂടി മാറി. പക്ഷെ ഇപ്പോഴും BJPയെ സ്നേഹിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞില്ല, ആ കനം കൊണ്ടുപോകുന്നുള്ള പേടിൽ BJPയെ സ്നേഹിക്കുന്ന ഇതുപോലുള്ള കുറച്ച് പള്ളിയിലച്ചന്മാരും ഇതുപോലുള്ള കുറച്ച് കാസകൂസമാരും ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് എത്ര കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് യാതൊരു കുഴപ്പമില്ല. അവരുടെ സമുദായത്തിന് എന്ത് പണ്ടരടിക്കാനും കുഴപ്പമില്ല. അവരെ മടിയിലുള്ള കനത്തിനൊന്നും പറ്റാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് ഇന്ത്യയിൽ ഇനി ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടാകും. അന്ന് നമ്മളും പ്രതിഷേധിക്കും, ഇവരും പ്രതിഷേധിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇവര് കാലുമാറും, പക്ഷെ നമ്മൾ കാലുമാറില്ല. കാരണം നമ്മൾ പ്രതിഷേധിക്കുന്നത് BJPയുടെ മനുഷ്യത്വം ഇല്ലായ്മക്കെതിരെയും BJPയുടെ മതവർഗീയതക്കെതിരെയുമാണ്. പക്ഷെ ഇവർ പ്രതിഷേധിക്കുന്നത് ഇവരുടെ കാര്യലാഭത്തിന് വേണ്ടി മാത്രമാണ്. ഇവരുടെ കാര്യലാഭത്തിൽ, ഇവരുടെ ലാഭവിഹിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോൾ ഇതുപോലുള്ളവർ പ്രതിഷേധിക്കും. ആ
ലാഭവിഹിതം പിന്നെ കിട്ടുമ്പോൾ ഇവർ സന്തോഷിക്കും. പക്ഷെ നമ്മൾ അവരെ പോലെയല്ല. നമ്മൾ BJPക്കെതിരെ പ്രതിഷേധിച്ചു കൊണ്ടേയിരിക്കും. എന്റെ ഈ ചാനൽ ഉള്ളിടത്തോളം കാലം, എന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ BJPക്കെതിരെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാം.